ഞാനിവിടെ ഓർമ്മകളെ താലോലിച്ചു സായുജ്യമടയുമ്പോൾ നീ എയ്ത ഒളിയമ്പുകളെന്നിൽ വിഷസർപ്പങ്ങളെപ്പോലെ ആഴ്ന്നിറങ്ങിയത് നീ കണ്ടു നിന്നത് എന്തിനാണ്? വിഷം തീണ്ടി ഞാൻ നീലിച്ചു പ്രാണൻ പിടഞ്ഞപ്പോൾ ആ മഷിയിൽ മുക്കി ആത്മാർത്ഥതയില്ലാതെ നീ എഴുതിയ കവിതയുടെ പേര് മരണക്കിടക്കയിൽ ഞാൻ വായിച്ചെടുത്തു. മനസ്സിൽ കരുതി വെച്ച വാക്കുകൾക്ക് 1000 മൂർച്ചയുള്ള വാളുകളുടെ ശക്തിയാണ്. കനലുകൾക്കും അഗ്നിയുടെ ജ്വലനം തന്നെ. ഒരു നിയമപോരാട്ടത്തിനൊടുവിലും സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത ബന്ധനങ്ങളുടെ അസ്തിത്വം പേറി നടക്കുമ്പോൾ ഉരുകിയും കത്തിയും അവയുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ പേര് പിഴുതെറിയുക മരണവേദനയേക്കാൾ ഭീകരമാണ്, ഭയാനകമാണ്. സ്മാർത്ഥ വിചാരങ്ങളിൽ പുരുഷപ്രജകൾ പട്ടികയിൽ ഏറെ ഉണ്ടായിട്ടും കുലം മുടിക്കാൻ ഒരുമ്പെട്ടവൾ എന്ന പേര് പെണ്ണിന് മാത്രമായി ഭവിച്ചതെങ്ങനെ? 3000-ലേറെ പകൽമാന്യന്മാരായ പുരുഷന്മാർ തേടിച്ചെന്നത് ഒരു സ്ത്രീ തൻ്റെ എഴുത്തിലൂടെ വിളിച്ചു പറയുമ്പോൾ തൻ്റെ പേര് പുറത്തു പറയുമോ എന്ന ഭയം ആ 3000-ൽ ഓരോ പുരുഷനും അനുഭവിച്ചിരിക്കാം. ചിതറിത്തെറിച്ച ചോരത്തുള്ളികളുടെ ഗന്ധം, ഞെരിഞ്ഞമർന്നു പിടച്ച ശ്വാസത്തിൻ്റെ അലച്ചിൽ, അരിച്ചിറങ്ങിയ മരണത്തിൻ്റെ തീണ്ടൽ എല്ലാം ഈ താഴ്വരയിലുണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത ആദ്യയാത്രയുടെ അപരിചിതത്വത്തിൻ്റെ കഥകൾ ഓർക്കാതെ പോകാൻ എങ്ങനെയാണ് സാധിക്കുക?